സബ്ജക്റ്റ് അത്ര ഇതൊന്നും അറിയില്ല, പക്ഷെ പടം നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. എങ്ങനെ ലവ് സ്റ്റോറി ഫണ്ട് എന്താണ് ഒരു ഫാമിലി സംഭവമാണോ? അല്ല, അത് മനസ്സിലായില്ല. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. കൊള്ളാം, നല്ല ഫിലിമാണ്. എല്ലാം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു മേക്കിംഗ് അല്ലല്ലോ, വ്യത്യസ്തമായിട്ടുള്ള സ്ഥിരം കാണാൻ നമ്മൾ എപ്പോഴും ഈ വെട്ടും കുത്തും അതൊക്കെയല്ലേ കാണും. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട്, പക്ഷെ അത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നാലും നമുക്ക് അതിലേക്കത് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ നല്ല മൂവിയാണ്. പിന്നെ ഇപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെയാണല്ലോ, വരുന്നു ഹോട്ടലിൽ മുറി എടുക്കണം, സ്ഥിരം സംഭവമാണല്ലോ. അപ്പോൾ പലർക്കും അത് ക്ലിക്കാവും. അതാണ് തമാശ. അങ്ങനെയല്ല, നമുക്ക് വേണമെങ്കിൽ ചിരിക്കുക എന്നുള്ളതല്ലല്ലോ, ശരിക്കും നല്ലൊരു സബ്ജക്റ്റാണ്, അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതെ. ഇപ്പോഴത്തെ എല്ലാ ഇതും മൊത്തം ഇഷ്യൂസ് ആണല്ലോ, ന്യൂസിലാണ് എല്ലാം ഇതാണല്ലോ, അവിടെ അവർ പോയി ഇവിടെ ഇങ്ങനെ അങ്ങനെ. ഇപ്പം ആ ഒരു സാധനമാണ്. അതാ സത്യമാണ്, യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ അത് പരസ്പരം മനസ്സിലാക്കുക, കുടുംബത്തിലെ രക്ഷകർത്താക്കൾ അങ്ങോട്ടും മനസ്സിലാക്കണം, തിരിച്ച് മനസ്സിലാക്കണം, അതുള്ള ഇതാണ്. പെർഫോമൻസ് സൂപ്പറായിരുന്നു. ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ രീതിയിലും പെർഫോം ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എൻ്റെ ഹസ്ബൻഡ് അഭിനയിച്ചിട്ടുണ്ട്, പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തത്, പുള്ളിയാണ് അഭിനയിച്ചത്. സൂപ്പറായിരുന്നു. പിന്നെ പ്ലേസിയുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട് നന്നായിട്ട്. കുഴപ്പമില്ല, അത് ആ പറഞ്ഞ പോലെ തന്നെ. ബാക്കിയൊക്കെ ഓക്കെയാണ്. നന്നായിട്ടുണ്ട്. എന്താണ് ചിരിക്കാനുള്ള പടമാണോ അതോ ഫാമിലി ആയിട്ടുണ്ട്? ലവ് ആണ്. എന്താണ് സബ്ജക്ട്, എന്താണ് കൊടുക്കുന്നത്? സബ്ജക്റ്റ് അത്ര ഇതൊന്നും അറിയില്ല, പക്ഷെ പടം നന്നായിട്ടുണ്ട്. എങ്ങനെ അഭിനയിച്ചവരൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആക്ട് ചെയ്തൊക്കെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അതെ, നല്ല മൂവിയാണ്, മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ജാഫ്രിക്കിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അത് സിനിമ കണ്ട് മനസ്സിലാക്കണം, അതാണ് അതിൻ്റെ ഒരു തീം. കാണണം. ഓവറോൾ നല്ല മൂവിയാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ് എന്തായാലും. നല്ല സിനിമ. അത് ഒരു കോമൺ സബ്ജക്റ്റ് ആണ്, പക്ഷെ അത് എടുത്തിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ രീതിക്ക്. ചില നമുക്ക് എന്തുവാ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു ട്രെൻഡ്, അത് ഏത് രീതിക്കാണ് പിന്നെ നമ്മുടെ പഴയ തലമുറയും പുതിയ തലമുറയും അതെങ്ങനെ ഒരു സബ്ജക്റ്റ് നോക്കി കാണുന്നു എന്നുള്ള പേര്. അതെ, അത് നമുക്ക് സിനിമ കാണുമ്പോഴേ അത് യഥാർത്ഥം മനസ്സിലാവും. നല്ല പെർഫോമൻസ്. എല്ലാവരും കുഴപ്പമില്ല. അതെ. നല്ല പടമായിട്ടുണ്ട്. ജാഫർ ഇടുക്കിയുടെ ഒരു വ്യത്യസ്തമായൊരു കഥാപാത്രമാണ്. നമ്മളൊക്കെ കേട്ട് പഴകിയ കഥയാണെങ്കിലും അല്ലെങ്കിൽ പ്രമേയമാണെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടൊരു പുതുമയുണ്ട്. മാംഗോ, അത് ഈ മാംഗോ എന്ന് പുള്ളി പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ്. ഒരു പ്രണയത്തിനെ വെച്ച് ഒരിക്കലും അതങ്ങനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. നന്നായിരുന്നു. വെരി ഗുഡ്. എല്ലാവരും സൂപ്പറായിട്ട്. ബോറടിക്കാം. പക്ഷേ സിനിമയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, കാരണം ആ ഓരോ സീൻസിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നല്ല റിവ്യൂ. വെരി ഗുഡ്. നല്ല ചിത്രമാണ്. നമുക്ക് ബോറടിക്കാത്തൊരു മൂവിയാണ്. ആവുന്നേ ഉള്ളൂ. ആനുകാലികമാണ് പറയുന്നത്, പക്ഷേ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞങ്ങനെ പോവാണ്. ആൻസറിങ് ഇല്ല. ലാഗ് ചെയ്താ പോകുന്നു. മടുത്തു പോകും. ഇല്ല, പെർഫോമൻസും ജാഫർഖാന്റെ പെർഫോമൻസ് കുഴപ്പമില്ല. അതെ, അയാളെ പെർഫോമൻസ് മാത്രം. പേരിങ്ങനെ മാംഗോ മുറി, അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സിനിമയ്ക്ക്? അത് മാംഗോയോട് ചേർന്ന് വരുന്നേ ഉള്ളൂ. മാംഗോ മുറി എന്നൊന്നും പറയാൻ പറ്റില്ല. മാംഗോ കാണിക്കുന്നുണ്ടല്ലോ അവസാനം. അതല്ലേട്ടാ, ഇത് സംഭവം അത്രയ്ക്ക് തൃപ്തിയല്ലാത്തൊരു ഡിലേ വരുന്നുണ്ടോ പടത്തിന്? വൻ ഡിലേ ആണ്.